ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 420 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ആലുവ പുക്കാട്ടുപടി ബസ് റൂട്ടിലേക്ക് വെറും 300 മീറ്റർ മാത്രമാണുള്ളത്. കൂടാതെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററുമാണ് വരുന്നത്. വളരെ മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒത്തിരി വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടവിരിച്ച വഴി തന്നെയാണ് ഈ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ക്ലാഡിംഗ് സ്റ്റോൺ വർക്കെല്ലാം കൊടുത്ത് നല്ല ഭംഗിയായി തന്നെ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട്. GA ട്യൂബിൽ വീടിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ നല്ല ഭംഗിയാക്കി തന്നെയാണ് മെയിൻ ഗേറ്റും നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു SUV കാർ നമുക്ക് ഇവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. മറ്റ് ചെറിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരു സൈഡിലായി നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ലൊരു ഗാർഡൻ ഏരിയ തന്നെയാണ് ബിൽഡർ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്നത്. കടപ്പക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 3-4 ആളുകൾക്ക് വരെ സുഖമായിരിക്കാവുന്ന രീതിയിലാണ് ഗ്രാനൈറ്റിൽ തീർത്ത ഒരു സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന വിശാലമായ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ ലോവർ പാനലൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തന്നെ ഡിസൈൻ ചെയ്ത ഒരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്ലെയിൻ സീലിംഗ് വർക്കാണ് ഇവിടെ LED പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങിമാറി തന്നെ നല്ല ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്ത് ചെറിയൊരു ഗാർഡൻ ഏരിയ കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കാറ്റും വെളിച്ചം കടക്കുന്നതിനായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓപ്പൺ കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയ ഒരു ഡിസൈൻ തന്നെയാണ് കിച്ചണിലെ എൻട്രൻസിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെ ഇവിടെ കിച്ചൺ നിർമ്മിച്ചിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. വുഡ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇനി വീടിന്റെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. 12 അടിയോളം വലിപ്പം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഒരു കോർണറിലായി നമുക്ക് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് മുഴുവനെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർവേയിലായി LED പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്ത് നല്ല മനോഹരമായ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെയർവേ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ തൂക്കിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റിന്റെ നല്ല മനോഹരമായ ഒരു വ്യൂ നമുക്ക് കാണാം. അപ്പർ ലിവിങ്ങിലായി ഒരു സ്റ്റഡി ടേബിളും നല്ലൊരു സ്റ്റോറേജ് സ്പേസും ബിൽഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം വലിപ്പത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 4 പാളികളുള്ള വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിന് കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഫർണിഷ്ഡ് ബെഡ്റൂമാക്കിയാണ് ബിൽഡർ ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് ബെഡെല്ലാം നൽകി വളരെ മനോഹരമായി തന്നെ ഈ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബെഡ്റൂമിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും ബിൽഡർ നൽകിയിട്ടുണ്ട്. പുറത്തുനിന്ന് അകത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ GA ട്യൂബ് കൊണ്ട് ഇവിടെ മറച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഗാർഡൻ വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി തന്നെയാണ് ഈ ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം നീളമേറിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയും നമുക്ക് ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ചെറിയൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി അവസാന ഭാഗമായ ഈ വീടിന്റെ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അല്പം നീളമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10 അടിയോളം നീളത്തിൽ കവേർഡായും ബാക്കി ഭാഗം ഓപ്പൺ സ്പേസുമായിട്ടാണ് ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. GA ട്യൂബിൽ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നതും നമുക്കിവിടെ കാണാം. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 420 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാനായോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനോ ആയി ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.